സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത്. സെപ്റ്റംബർ 11-നായിരുന്നു ചടങ്ങ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ആശങ്കയും വിമർശനവും പ്രകടമാക്കി അഭിഭാഷക സമൂഹവും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ജുഡീഷ്യറിയുടെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന സംഭവമെന്നാണ് പ്രധാന വിമർശനം. ചീഫ് ജസ്റ്റിസിന്റെ ഡൽഹിയിലെ വസതിയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിലേക്ക് പരമ്പരാഗത മഹാരാഷ്ട്ര തൊപ്പി ധരിച്ചാണ് പ്രധാനമന്ത്രി എത്തിയത്. മോദിയെ സ്വന്തം വസതിയിൽ സ്വകാര്യ ചടങ്ങിനായി ചീഫ് ജസ്റ്റിസ് ക്ഷണിച്ചത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി. സമൂഹമാധ്യമമായ എക്സിലൂടെയായിരുന്നു പ്രശാന്ത് ഭൂഷണിന്റെ പ്രതികരണം. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭരണഘടനയ്ക്ക് പരിധിക്കുള്ളിൽ നിന്ന് സർക്കാർ പ്രവർത്തിക്കുന്നുവെന്നും ഉറപ്പാക്കേണ്ടതുമായ ജുഡീഷ്യറി ഇവിടെ സമൂഹത്തിന് കൈമാറുന്നത് മോശം സന്ദേശമാണ്. അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിൽ കൃത്യമായ വേർതിരിവുള്ളത് എന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാണിക്കുന്നു. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ ചീഫ് ജസ്റ്റിസ് വിട്ടുവീഴ്ച ചെയ്തതായി അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായ ഇന്ദിര ജയ്സിംഗ് ചൂണ്ടിക്കാണിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ സ്വതന്ത്രമായുള്ള പ്രവർത്തനത്തിലുള്ള എല്ലാ വിശ്വാസവും നഷ്ടമായി. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ ഇതിനെ അപലപിക്കണമെന്നും ഇന്ദിര ജയ്സിംഗ് ആവശ്യപ്പെട്ടു. ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് DY ചന്ദ്രചൂഡിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും പറയുന്നു. മഹാരാഷ്ട്ര സർക്കാർ ഭാഗമായ ഒരു കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള സാഹചര്യവും ചൂണ്ടിക്കാണിച്ചായിരുന്നു സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ. പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇരുവരും ചടങ്ങുകളുടെ ഭാഗമായി ഭരണഘടനയുടെ സംരക്ഷകർ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് സംശയങ്ങൾക്ക് ഇടയാക്കും. മഹാരാഷ്ട്രയിലെ തങ്ങളുടെ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. നിലവിലത്തെ മഹാരാഷ്ട്ര സർക്കാരും കേസിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ടെന്നും ഈ കേസിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെക്കുറിച്ച് DY ചന്ദ്രചൂഡ് ആലോചിക്കണമെന്നും സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും കേന്ദ്രത്തിനെതിരായ നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിലെത്തി സന്ദർശനം നടത്തിയെന്നത് പ്രധാന പ്രശ്നമാണെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് പ്രതിപക്ഷ പാർട്ടികളും അഭിഭാഷക സമൂഹവും രംഗത്തെത്താനുള്ള പ്രധാനപ്പെട്ട കാരണം.